അനി 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 എന്താണിത്? മനുഷ്യൻ പേടിപ്പിച്ചു വന്നല്ലോ. ചോറളമ്മ. വേഗം ചോറ് വിളമ്പോച്ചേ. എന്തായി നോക്കിയിരിക്കുന്നേ? വേഗോട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യ. എന്താ ആനി? എന്താണെന്ന് നിങ്ങൾ പറയില്ലേ? ആനി, നമ്മൾ എന്തെല്ലാമോ കൂട്ടുന്നു കിഴിക്കും. ബിസിനസ്സിൽ ലാഭവും വരും നഷ്ടവും വരും. നഷ്ടം വരുമ്പോ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. ലാഭം വരുമ്പോ പ്രതീക്ഷിക്കാതെ പലതും കൈവശം വന്നു ചേരും. ഇപ്പോ നമുക്ക് നഷ്ടമാണ്. വിവാഹം കഴിഞ്ഞതും പ്രശ്നങ്ങൾ ആനിയോട് പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുന്നതിലും ഭേദം എല്ലാം മറച്ചു വെച്ച് സ്വയം വേദനിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതി. എനിക്കറിയാം നിനക്ക് പിണക്കമാണെന്ന്. വിവാഹത്തിന് വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കഴിയാഞ്ഞിട്ടാണ്. എടി, നിന്റെ കൂടെ ഞാൻ എത്ര നാൾ ചക്കാത്തിന് താമസിച്ചു. നിന്റെ വിവാഹത്തിന് ഒരു ബ്ലൗസ് പീസ് പോലും വാങ്ങാൻ സാധിക്കാതെ വന്നപ്പോൾ എന്തോ എനിക്ക് വരാൻ മനസ്സ് സമ്മതിച്ചില്ല. ഇതാ നോക്ക്, കടം മേടിച്ചു വാങ്ങിയതാണെങ്കിലും തരാൻ എന്തെങ്കിലും കയ്യിലുള്ളപ്പോൾ കാണാൻ, ആശംസകൾ അറിയിക്കാൻ മനസ്സ് സമ്മതിച്ചു. പണക്കാരിയായി നിനക്ക് ഞാൻ വാങ്ങിത്തന്ന് ഇതിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഇത്രയും തുറന്നു പറഞ്ഞിട്ടും നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. എനിക്ക് നീയേ ഉള്ളടി. എന്നും രാവിലെ ഇതിന്റെ അലാറം കേട്ട് നീ എഴുന്നേൽക്കണം. ഞാനായിരുന്നില്ലേ നിന്നെ വിളിച്ചുണർത്താറ്? അത് ഇനി കഴിയില്ലല്ലോ. ഇനി ഇവിടെ ഇതാണ് നിന്റെ ഉഷ. ഇവിടെ നിന്റെ ബെഡ്റൂം, ഞാൻ തന്നെ ഇത് വെച്ച് തരാം. സത്യം പറയൂ, നീ എന്തിനാ കരയുന്നത്? ഞാൻ വഞ്ചിക്കപ്പെട്ടു. അദ്ദേഹത്തിൽ ഞാൻ കണ്ടിരുന്നതെല്ലാം സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം മുതൽ വീട്ടിൽ നിന്ന് ഓരോന്നും നഷ്ടപ്പെടുകയാണ്. അങ്ങരുടെ അവകാശവാദങ്ങൾ കേട്ട് എന്റെ ചെവി മരവിച്ചു. ഇനി നഷ്ടപ്പെടാൻ ഈ വീട് മാത്രമേ ഉള്ളൂ. എന്നിട്ട്
ലാഭവും നഷ്ടവും സാധാരണമാണെന്ന്. നഷ്ടം വരുമ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. ലാഭം വരുമ്പോൾ പ്രതീക്ഷിക്കാത്തത് വരെ കയ്യിൽ വരും പോലും. എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഒന്നുകിൽ അദ്ദേഹം സ്നേഹം കൊണ്ട് എന്നെ കളിയാക്കുകയാണ്, അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞതും ബുദ്ധിപൂർവ്വം എന്നെ തഴയുകയാണ്. ചേച്ചി, അങ്ങനെയൊന്നും പറയാതെ. നീ നല്ലവളാ, നിനക്ക് നല്ലതേ വരൂ. തീർച്ചയായും. അനി, ഇതെന്റെ അങ്കിളാ. എനിക്ക് ആകെ ഉള്ളൊരു ബന്ധു. പുള്ളിക്കാരൻ 5 വർഷത്തിൽ ഒരിക്കലേ നാട്ടിൽ വരൂ. ദുബായിലാ. വന്നാൽ ആകെ വരാനുള്ളൊരു വീടിതാ. എന്താ നോക്കി തന്നെ കാപ്പി കൊടുക്ക. ഭയരപ്പാളി, നിന്റെ അമ്മയെ കെട്ടിച്ച ബന്ധു. 2 വർഷമായാലാണ് നീ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. കളി തമാശയായിട്ട് പോലും 1 മാസത്തെ വാടക. എല്ലാ മാസം ചെക്ക് അയക്കും, വണ്ടി ചെക്ക്. ഇവൻ എന്റെ അടുത്താണ് ആദ്യം വീട് ചോദിച്ചു വന്നത്. കൃഷ്ണന്റെ മായാവിലാസങ്ങൾ അറിയാവുന്ന ഞാൻ ഇവന് വീട് കൊടുക്കുവോ? അവസാനം ഞാൻ ദുബായി പോയ തക്കം നോക്കി അവൻ ഗിരിനഗറിൽ താമസിക്കുന്ന എന്റെ പെങ്ങളെ വളച്ച് അകത്ത് കയറിപ്പോയി. ഭർത്താവ് മരിച്ച അവളാണെങ്കിൽ ഒരു രോഗി. പിന്നെ അവിടെ വരവായി, പോക്കായി, മരുന്ന് വാങ്ങലായി, കൊടുക്കലായി, എന്തിനു പറയണു? അവിടെ കയറി പറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവളാണെങ്കിൽ ഒരു മകന്റെ സ്ഥാനമല്ലേ എന്ന് കരുതി വീട് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു സൂക്കേടുകാരിക്ക് വാടകക്കാരന്റെ പുറകെ നടക്കാനും പോകും, അത് വണ്ടിച്ചെക്കിന്റെ പുറകെ. അവന്റെ ചുട്ടായിലെ അങ്ങിള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോലീസ് ബഹളം വരുന്നതിന് മുമ്പ് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ചേട്ടാ, 1 മാസത്തെ അവധി കൂടെ തന്നാൽ. ഇനി അതും കൂടെ ഞാൻ ഗോപി എടുക്കണം അല്ലേടോ? ഇത് ചോദിക്കണം തന്റെ തൊലിക്കെട്ടി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭയങ്കര തന്നെ. പോലീസിനും എനിക്കും ജോലി ഉണ്ടാക്കാതെ കാലത്ത് തന്നെ ഇവിടുന്ന് കാര്യമായിക്കോ. കാര്യാക്കാനൊന്നും ഇല്ലേ? ഇവിടെ കിടന്ന മേശയും കസേരയൊക്കെ അതിന്റെ ഉടമസ്ഥന്മാർ എടുത്തോണ്ട് പോയാതെ കിട്ടിയ വിലക്ക് വിറ്റോ? ഓ, എന്റെ സിംഗപ്പൂർ വിളക്കും കാട്ടനും പോയിട്ടില്ല ഭഗവാനെ. പിന്നെ ഭാര്യയായ നിങ്ങളോട് ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്കും ചില കടമകളൊക്കെ ഇല്ലേ? ഭർത്താവ് ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് ശരിയല്ല. ക്ഷമിക്കണം സർ. ബിസിനസ്സിൽ നഷ്ടം വരുമ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. ലാഭം വരുമ്പോൾ പ്രതീക്ഷിക്കാത്തത് വരെ കയ്യിൽ വരും.